ഹലോ ഗൈസ്, പ്രോക്കച്ചിൻ പാക്കേജ് ആൻഡ് മൂവീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത് ജെന്യുവിൻ പാക്കേജ് ആൻഡ് മൂവീസിനെ എങ്ങനെ തിരിച്ചറിയാം. പാക്കേജ് ആൻഡ് മൂവീസ് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ജെന്യുവിൻ പാക്കേജ് ആൻഡ് മൂവീസിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കസ്റ്റമർ ഒരു 2 ദിവസം മുമ്പ് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആളിവിടെ വന്നിട്ട് നമ്മുടെ ലൊക്കേഷൻ വാങ്ങിച്ച് നമ്മുടെ ഓഫീസിൻ്റെ അഡ്രസ്സ് എൻ്റെ ലൊക്കേഷൻ വാങ്ങിച്ച ഓഫീസിലേക്ക് വന്നു. ആൾ വന്ന ഉടനെ തന്നെ സംസാരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു 2 ദിവസം 2 വീക്സ് കഴിഞ്ഞിട്ട് പുള്ളിക്ക് മൂവ് ചെയ്യാനുള്ളതാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് നേരം സംസാരിച്ചിട്ട് പുള്ളി പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, അതായത് കസ്റ്റമറിൻ്റെ സുഹൃത്തിന്, ആ സാറിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുറച്ച് സാധനങ്ങൾ നോർത്തിലേക്ക് ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് നോർത്തിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു 2 ദിവസമൊക്കെ അവരുടെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല, കാര്യങ്ങളും ഇതാവുന്നില്ല, എന്താണെന്നൊരു ഐഡിയ ഇല്ല. 7 ദിവസത്തിനുള്ളിൽ അവിടെ എത്തിക്കാമെന്നാണ് പറഞ്ഞത്. ആ 7 ദിവസം എന്നുള്ളത് ഇപ്പോൾ 2 മാസത്തോളം ആയെന്നാണ് കസ്റ്റമർ പറയുന്നത്. അവർ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും യാതൊരു കാര്യങ്ങളും അതിനെക്കുറിച്ച് അറിവായിട്ടില്ല. കസ്റ്റമറിന് സാധനം കിട്ടിയിട്ടില്ല, ആ സുഹൃത്തിന് സാധനം കിട്ടിയിട്ടില്ല. ആ ഒരു പേടി കൊണ്ടും കൂടിയാണ് പുള്ളി നമ്മുടെ ഓഫീസിലേക്ക് വരാനുള്ള കാരണം. അപ്പം ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി കുഴപ്പമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് നിങ്ങളിലേക്ക് അറിയിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നിയത് ഇപ്പം ഇങ്ങനെ ഒരു കസ്റ്റമർ നമ്മുടെ ഒരു ഓഫീസ് അന്വേഷിച്ച് ഇവിടെ വന്നപ്പോഴാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് അറിയിക്കാൻ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്നുള്ളത്. അപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള പാക്കേജ് ആൻഡ് മൂവീസിനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നെറ്റിലൊക്കെ ഇത് ഉണ്ടാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരു 2-3 പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇനി ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പാക്കേജ് ആൻഡ് മൂവീസ് ജെന്യുവൻ ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓഫീസോ കാര്യങ്ങളോ അങ്ങനെയുള്ള സെറ്റപ്പുകൾ ഉണ്ടോ എന്ന് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. അവർക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കും ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നോർമൽ ഒരു പാക്കേജ് ആൻഡ് മൂവീസിന് സ്വന്തമായിട്ടൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുണ്ടാകുമെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്കൊരു GST, പിന്നെ ലാൻഡ് ലൈൻ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും നോക്കുക. കാര്യം GST ലാൻഡ് ലൈൻ നമ്പറൊന്നും മാൻഡേറ്ററി അല്ലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കമ്പനിയാണെങ്കിൽ കുറച്ചും കൂടി ജെന്യുവനും കാര്യങ്ങളും നല്ല ഇതായിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. പിന്നെ ഒരു 3ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണെന്ന് നോക്കുക. അതായത് വെബ്സൈറ്റ്, അവരുടെ കാര്യങ്ങൾ, അവരുടെ റിവ്യൂസ് എടുത്ത് ചെക്ക് ചെയ്യുക. റിവ്യൂസ് എടുത്ത് ചെക്ക് ചെയ്തിട്ട് അതിലെ റിവ്യൂസ് നോക്കുക. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് അവർ ജെന്യുവൻ ആണോ അങ്ങനെ അല്ലേ എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പാക്കേജ്, അത് ജെന്യുവൻ പാക്കേജ് ആൻഡ് മൂവീസ് എല്ലാം മൂവ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം ആ ഒരു കാര്യം വെച്ചിട്ട് അവരെ ബ്ലെയിം ചെയ്യേണ്ട, അല്ലെങ്കിൽ അതൊരു ജെന്യുവൻ അല്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെ ഒരാൾ, അതായത് ഒരു ആയുഷ്കാലം കൊണ്ട് സമ്പാദിച്ച സാധനങ്ങളൊക്കെ ഒരു ഇതിലൂടെ മൂവിങ്ങിലൂടെ പെട്ടെന്ന് കട്ടെടുത്തുകൊണ്ട് പോകുന്ന അങ്ങനെയുള്ളവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.